പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആക്റ്റീവ് വൺ എന്ന അവരുടെ ഒരു പുതിയ പോളിസിയാണ്. ഏകദേശം ഒരു വർഷത്തോളമാകുന്നു നമ്മൾ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നത് എന്ന് മാത്രം. ഇന്ത്യയിൽ ഈ ഡേറ്റ് വരെ നിലവിൽ 5 സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളാണുള്ളത്. അഥവാ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം വിൽക്കുന്ന കമ്പനികൾ 5 എണ്ണമാണുള്ളത്. 2006 വന്ന സ്റ്റാർ ഹെൽത്ത് മുതൽ 2016 വന്ന ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി വരെ 5 എണ്ണമാണ് ഈ നിലവിലുള്ളത്. പുതിയ 2-3 കമ്പനികൾ കൂടി അടുത്ത വർഷങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഗാലക്സി, അതേപോലെ നാരായണ തുടങ്ങിയ കമ്പനികൾ ഉടൻ തന്നെ വരാനും സാധ്യതയുണ്ട്. മറ്റ് പല വ്യാവസായിക മേഖലകളിലും ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന ആദിത്യ ബിർള ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസിന് ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ഒരു വളർച്ച, ഇപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ച, ഇനിയും ഇതിൽ കൂടുതലായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടാണ് ഈ മേഖലയിൽ സജീവമാകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പലരും എടുക്കാൻ മടിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും അക്സെപ്റ്റ് ചെയ്ത് പോളിസി കൊടുക്കാനായിട്ട് നിലവിൽ ഈ കമ്പനി തയ്യാറാണ് എന്നുള്ളതാണ് ഈ പോളിസിയുടെ ഒരു പ്രത്യേകത. എൻ്റെ അനുഭവം പറഞ്ഞാൽ, ജന്മനാ ഡയബറ്റിക്കായ അഥവാ ടൈപ്പ് 1 ഡയബറ്റിക്കുള്ള ജുവനൈൽ ഡയബറ്റിക്കായ 30 വയസ്സുള്ള ഒരാൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ലാതെ തന്നെ എനിക്ക് ഈ പോളിസി കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ബാരിയാട്രിക് സർജറി ചെയ്ത ഒബിസിറ്റിയുള്ള ഒരാൾക്കും ഫാമിലിക്കും, ആൾക്കും ഒബിസിറ്റിയുടെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ വൈഫിനും ഒബിസിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇങ്ങനെ 2 പേർക്കുമുള്ള ഒരു ഫാമിലിക്ക് ഈ പോളിസി എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഹാർട്ട് അറ്റാക്ക് വന്ന് 2 സ്റ്റെൻറ്റ് ഇട്ടിട്ടുള്ള വ്യക്തികൾക്ക് അടക്കം അതിന് ഒരു വെയിറ്റിംഗ് പീരീഡും ഇല്ലാതെ തന്നെ ഞാൻ ഈ പോളിസി നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പോളിസിയിൽ പുതുതായി ചേരാൻ പ്രായപരിധിക്കും ഒരു പ്രശ്നവുമില്ല. എത്ര ഏജുള്ള ആൾക്കും ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് വന്നിട്ടുള്ളവരാണെങ്കിൽ പോലും നമുക്ക് ഈ പോളിസി കൊടുക്കാൻ കഴിയുന്നുണ്ട്. മറ്റ് പല കമ്പനികളുടെയും പ്രീമിയവുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ പ്രീമിയവും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ ഒബിസിറ്റിയുള്ള ഫാമിലിക്ക് 46 വയസ്സുള്ള ആൾക്കും 3 അംഗങ്ങളുള്ള ആ കുടുംബത്തിനും 1 കോടി സം ഇൻഷുർഡിന് ഞാൻ ആദ്യം ട്രൈ ചെയ്തിരുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ കോംപ്രിഹെൻസീവ് ആയിരുന്നു. 78,000 രൂപയായിരുന്നു പ്രീമിയം അവിടെ പറഞ്ഞത്. അതേസമയം ആക്റ്റീവ് വൺ മാക്സിൽ ഈ 1 കോടി സം ഇൻഷുർഡിന് 62,000 രൂപ മാത്രമേ ആയുള്ളൂ ഡേ 1 കവറേജോട് കൂടിയിട്ട്. ഏകദേശം 16,000 രൂപ കുറവും കിട്ടി, എന്നാൽ അതിൽ കൂടുതൽ ഒരുപാട് ബെനിഫിറ്റുകളും അഡീഷണലായിട്ട് കിട്ടി. ഇനി ഈ ക്ലെയിമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഓൺലൈനിലൂടെയോ ബാങ്കിൽ നിന്നോ പോളിസി എടുത്തവരുടെ കാര്യം ഞാൻ ഒരിക്കലും ഉറപ്പ് പറയില്ല. കാരണം അതിനകത്ത് എനിക്ക് ഒന്നും പറയാനും കഴിയില്ല. കാരണം അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അതേസമയം ഏജൻറ്റ് വഴി, ഒരു ഉത്തരവാദിത്തമുള്ള ഏജൻറ്റ് വഴി എടുത്തിട്ടുള്ള പോളിസികൾക്ക് നല്ല സർവീസ് ലഭിക്കുന്നുണ്ട്. അത് കമ്പനി എന്നുള്ള വ്യത്യാസമില്ല. ഈ കമ്പനിയിലാണെങ്കിലും ഏത് കമ്പനിയിലാണെങ്കിലും നിങ്ങളുടെ ഏജൻറ്റ് അത്യാവശ്യം നല്ല ഒരു ഉത്തരവാദിത്തമുള്ള ഏജൻ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് സർവീസ് ലഭിക്കും. നിലവിലുള്ള സീനിയർ ഏജൻസിനോടും എനിക്ക് പരിചയമുള്ള ചില കസ്റ്റമറിനോടും ഞാൻ സംസാരിച്ചിരുന്നു ഈ കമ്പനി നിലവിൽ എങ്ങനെയുണ്ട് എന്നുള്ളതും. ഏകദേശം 6 മാസത്തിലധികമായിട്ട് ഞാൻ ആദിത്യ ബിർള ഇൻഷുറൻസ് കമ്പനിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കുറച്ച് പോളിസികൾ അതിൽ ചെയ്തു. അതുകൂടാതെ യൂട്യൂബിൽ അവരെ കുറ്റം പറഞ്ഞ് വന്നിട്ടുള്ള വീഡിയോകളും ഗൂഗിൾ റിവ്യൂസും ഒക്കെ നോക്കി പരമാവധി അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് കമ്പനിയുമായിട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടുകയും അതേപോലെ ആ യൂട്യൂബ് വീഡിയോകളുടെയൊക്കെ പിന്നീടുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് അവസാനം ഞാൻ ഈ പോളിസിയെക്കുറിച്ച് ഒരു റിവ്യൂ ചെയ്യാം, ഈ കമ്പനിയെ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് തന്നെ. ആദ്യം പറഞ്ഞതുപോലെ ഓൺലൈനിലോ ബാങ്കുകളിലോ അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങൾ വഴിയോ പോളിസി എടുത്തതിൽ ഞാൻ അഭിപ്രായം പറയില്ല എന്ന് ഒരിക്കൽ കൂടി തറപ്പിച്ച് പറയുകയാണ്. പകരം ഒരു പ്രൊഫഷണൽ ഏജൻറ്റ് വഴി എടുക്കുന്നതാണ് നല്ലത്. കാരണം അതിന് കുറച്ചുകൂടി ഉത്തരവാദിത്വമുണ്ടാവും. ഒരു കാര്യം കൂടി ഓർക്കുക, ഒരു നല്ല ലൈഫ് ഇൻഷുറൻസ് ഏജൻറ്റ് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് ഏജൻറ്റ് ആകണം എന്നില്ല. അതേപോലെ തന്നെ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരും ഒരിക്കലും ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് ഏജൻറ്റ് ആകണമെന്നില്ല. ഓരോന്നിനും അതിൻ്റേതായ പ്രൊഫഷനുണ്ട്. അതുകൊണ്ട് അതാത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഈ പോളിസിയുടെ പ്രത്യേകതകളും ഈ പോളിസി എടുത്താൽ കിട്ടുന്ന ബെനിഫിറ്റുകളും ഓരോന്നായിട്ട് പറയാം. അതിനിടയിൽ ഒരു കാര്യം കൂടി, പ്രായമായവർക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ ഒരു പോളിസി എടുക്കാനാണ് നോക്കുന്നതെങ്കിൽ ആദിത്യ ബിർള ആക്റ്റീവ് വൺ അവർക്കുള്ള ഒരു ഓപ്ഷൻ അല്ല. കാരണം പ്രായം കൂടുമ്പോൾ ഇതിനകത്ത് പ്രീമിയം അത്യാവശ്യം നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ആദ്യം പ്രത്യേകതകൾ തന്നെ ഞാൻ പറയാം, തുടർന്ന് അതിൻ്റെ ബെനിഫിറ്റ്സ്, നിലവിൽ മാർക്കറ്റിലുള്ള മറ്റ് കമ്പനികളുമായിട്ടുള്ള
മറ്റ് കമ്പനികളുടെ പോളിസിയുമായിട്ടുള്ള കമ്പാരിസൺ ഇങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ പോയിൻറ്റും ശ്രദ്ധിച്ച് അത് കേൾക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ പോളിസി നിങ്ങളുടെ കണ്ടീഷൻസിന് ഉപകാരപ്രദമാകുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ചിലപ്പോൾ ഈ പോളിസി പുതിയതായിട്ട് എടുക്കാൻ വരുന്ന ഒരാൾക്ക് ഉപകാരപ്രദമായേക്കാം. ഇനി ഈ പോളിസിക്ക് മാത്രമുള്ള ചില പ്രത്യേകതകൾ ആദ്യം ഞാൻ പറയാം. 100% വരെ റിന്യൂവൽ പ്രീമിയം ഡിസ്കൗണ്ട് കിട്ടുന്ന പോളിസിയാണിത്. ഇന്ന് നിലവിൽ മാർക്കറ്റിൽ ഈ പോളിസി മാത്രമേ അങ്ങനെയുള്ളൂ. വ്യക്തമാക്കി പറഞ്ഞാൽ GST മാത്രം നമുക്കടച്ച് ഈ ആരോഗ്യ പോളിസി റിന്യൂ ചെയ്യാനായിട്ട് കമ്പനി നമുക്ക് അവസരം നൽകുന്നുണ്ട്. നമ്മുടെ നിലവിലുള്ള ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഹെൽത്തിയായ ആളുകൾക്ക് അവരുടെ ഡെയിലി എക്സർസൈസുകളുടെ മോണിറ്റർ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ 100% വരെ ഡിസ്കൗണ്ട് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തും അവരുടെ ആപ്ലിക്കേഷൻ വർക്കാകുന്നുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു പോസിറ്റീവ് കൂടിയാണ്. അപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഇത് ഉപയോഗിക്കാം. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള അവസരമാണ് കമ്പനി കൊടുക്കുന്നത്. ഇനി ക്രോണിക്കായ അസുഖങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെൻ്റൊക്കെ ഇട്ട ആളുകളാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം 30% വരെ അവർക്കും ഡിസ്കൗണ്ട് ഇതിനകത്ത് നേടിയെടുക്കാനായിട്ട് കഴിയും. കൂടാതെ അൺലിമിറ്റഡ് ടൈം സം ഇൻഷ്യൂർഡ് നമുക്ക് ഇതിനകത്ത് റീഫില്ലാവുന്നുണ്ട്. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് എല്ലാ കസ്റ്റമേഴ്സിനും ഇതിൽ കൊടുക്കുന്നുണ്ട്. സം ഇൻഷ്യൂർഡ് മാക്സിമം 5 മടങ്ങ് വരെ ക്ലെയിം ചെയ്യാനുള്ള അവസരം കമ്പനി കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ സിംഗിൾ ക്ലെയിമിൽ തന്നെ സം ഇൻഷ്യൂർഡിൻ്റെ 5 മടങ്ങ് വരെ. നിലവിലെ മാർക്കറ്റ് ലീഡേഴ്സായിട്ടുള്ള മറ്റ് പല പോളിസികളും കൊടുക്കുന്നതിലും കൂടുതൽ ബെനിഫിറ്റുകൾ ഈ പോളിസി കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൂടാതെ ഒരുപാട് ഓപ്ഷണൽ ബെനിഫിറ്റുകളും നൽകുന്നുണ്ട്. ക്രിട്ടിക്കൽ ഇൽനെസ്സിന് പ്രത്യേകം കവറേജ് മുതൽ ഹാർട്ട് ഡിസീസ് അടക്കമുള്ള 7 വിട്ടുമാറാത്ത രോഗങ്ങൾക്ക്, ക്രോണിക് ഡിസീസ് എന്ന് പറയും, Day 1 കവറേജ് ലഭിക്കുന്ന ഓപ്ഷനും ഈ പോളിസിക്കുണ്ട്. ആ 7 ഏതൊക്കെയെന്ന് ഞാനൊന്ന് ലിസ്റ്റായിട്ട് പറയാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. ഇതിലേതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പോളിസി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാം. ഒന്നാമത്തേത് ആസ്മ, 2 ഹൈ ബ്ലഡ് പ്രഷർ, 3 ഹൈ കൊളസ്ട്രോൾ, 4 ഡയബറ്റീസ് വിത്ത് ഇൻസുലിൻ, 5 ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്, COPD എന്ന് പറയും. ഇതൊരു ശ്വാസകോശ രോഗമാണ്. ഇതുള്ളവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടറിയാം. പിന്നെ മറ്റൊന്ന്, 6ാമത്തെ ഒബിസിറ്റി അഥവാ അമിതവണ്ണം, 7 കൊറോണറി ആർട്ടറി ഡിസീസ്, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 1 വർഷം കഴിഞ്ഞവർക്കടക്കം ഈ പോളിസിയിൽ പുതുതായിട്ട് ചേരാൻ കഴിയും. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് മിനിമം 1 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകണം എന്നുള്ളതാണ് ഇതിലെ ഒരു കണ്ടീഷൻ. അതിന് ഏജ് ലിമിറ്റും ബാധകമല്ല. ഇനി സ്ലോലി ഗ്രോയിങ് ഡിസീസായ സ്പെസിഫിക് ഇൽനെസ്സുകളുണ്ട്. ഇവയ്ക്ക് 2 വർഷം വെയിറ്റിംഗ് പീരീഡും 3 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് വരുന്ന പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകളുമുണ്ട്. ഇതൊക്കെ എടുക്കുന്നതിന് മുമ്പ് നിലവിലുള്ള അസുഖമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ലോലി ഗ്രോയിങ് ഡിസീസ് ആണെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതിനകത്തൊരു ഓപ്ഷനായിട്ട് കമ്പനി പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ സ്ലോലി ഗ്രോയിങ് ഡിസീസിൻ്റെ അടക്കമുള്ള വെയിറ്റിംഗ് പീരീഡുകൾ അഡീഷണൽ പ്രീമിയം അടച്ചിട്ട് കുറയ്ക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ നിലവിൽ അത് ലഭ്യമല്ല എന്നുള്ളതാണ് എനിക്ക് കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ സമീപ ഭാവിയിൽ ഈ പോളിസിയിൽ ആ ഓപ്ഷനും വരാം. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലാനായിട്ടാണ് കമ്പനി ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഇതിനകത്ത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ മറുവശത്ത് പ്രീമിയം കുറയ്ക്കാനായിട്ടും ഇതിനകത്ത് ഓപ്ഷനുണ്ട്. എനി റൂം ഫെസിലിറ്റി ഒഴിവാക്കി സിംഗിൾ പ്രൈവറ്റ് റൂം ആക്കിയാലും, അതേപോലെ 25,000 രൂപ വരെ ഓരോ ക്ലെയിമിനും നമുക്ക് ഡിഡക്റ്റബിൾ അഥവാ പരിധി വെച്ചും പ്രീമിയം കുറയ്ക്കാനായിട്ട് കഴിയും. ഈ പോളിസി ഒരുപാട് തരത്തിലുള്ള ഇത്തരത്തിൽ ഒരു അഫോർഡബിൾ ആക്കാനായിട്ടുള്ള ഓപ്ഷൻസും ഇതിനകത്ത് നൽകുന്നുണ്ട്. ഇനി ക്യാൻസറിന് മാത്രം ഒരു പ്രത്യേകം കവറേജ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ്, ക്യാൻസർ കവറേജ് എന്ന് പറഞ്ഞ് അഡീഷണൽ പോളിസി എടുക്കുന്നത്. പക്ഷേ ഇതിനകത്തത് ഒരു ഓപ്ഷണൽ ബെനിഫിറ്റായിട്ട് നമുക്ക് ആഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കൂടുതൽ വിവരങ്ങൾക്കും അതേപോലെ തന്നെ പുതിയ പോളിസി എടുക്കുന്നതിനുമൊക്കെ ആയിട്ട് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഞാൻ നൽകാം. അതേപോലെ തന്നെ ഈ നമ്പർ വാട്സപ്പിലും അതേപോലെ ബോട്ടിമിലും ഒക്കെ ഈ നമ്പർ എനിക്ക് അവൈലബിൾ ആണ്. അപ്പം ഗൾഫിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ വിളിക്കാൻ കഴിയില്ലെങ്കിൽ ബോട്ടിമിലാണെങ്കിലും ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇനി ഇതിൽ ആർക്കൊക്കെ ചേരാം, ഫാമിലി ഫ്ലോട്ടർ പോളിസി എങ്ങനെയെന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. 5 വയസ്സ് മുതലുള്ള ആർക്കും ഈ പോളിസി എടുക്കാം. പ്രായപരിധിയില്ല. 100 വയസ്സ് വരെ ഉള്ളവരാണെങ്കിലും ഈ പോളിസിയിൽ അംഗമാകാം. പക്ഷേ നിലവിലെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് മാത്രമായിരിക്കും കമ്പനി ഈ പോളിസി നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. ഒരിക്കൽ ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് റിന്യൂ ചെയ്തു പോകാനായിട്ട് കഴിയും.
ചില കമ്പനികളുടെ, പ്രത്യേകിച്ച് SBIയിലെ ചില പോളിസികളൊക്കെ പോലെ കമ്പനിയുടെ കൺസേൺ റിന്യൂവലിന് വേണം എന്നുള്ളൊരു കണ്ടീഷൻ ഈ പോളിസിയിൽ ഇല്ല. അതേപോലെ പേരൻസിനൊപ്പം കുട്ടികളെ 3-ാമത്തെ മാസം മുതൽ 25 വയസ്സ് വരെ നിലനിർത്തി കൊണ്ടുപോകാനും കഴിയും. ഒരു ഫാമിലി പോളിസിയിൽ ഭാര്യയും ഭർത്താവും കൂടാതെ 4 കുട്ടികളെ വരെ ഉൾപ്പെടുത്താൻ കഴിയും. മൾട്ടി ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ എത്ര പേരെ വേണമെങ്കിലും ഉൾപ്പെടുത്താം. ഇപ്പം ഫാമിലിയിൽ ഒരു 10 പേരോ അല്ലെ 15 പേരോ ഉണ്ടെങ്കിൽ പോലും അവരെയെല്ലാം മൾട്ടി ഇൻഡിവിജ്വലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ പോളിസി ആയിട്ട് വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു കമ്പനി, ആ കമ്പനിയിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പോളിസി എടുത്ത് കൊടുക്കണമെങ്കിൽ മൾട്ടി ഇൻഡിവിജ്വലായിട്ട് എടുക്കാം. 2 ലക്ഷം മുതൽ 6 കോടി വരെ സം ഇൻഷ്യൂർഡ് ഓപ്ഷനുകൾ ഈ പോളിസിക്കുണ്ട്. പുതിയതായി ചേരാനായിട്ട് പ്രായപരിധി ഇല്ലാത്തത് കൊണ്ട് സീനിയർ സിറ്റിസൺസിനും ഈ പോളിസി ഒരു നല്ല ഓപ്ഷനാണ്. പ്രീമിയം നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഒരു സീനിയർ സിറ്റിസണിന് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ജീവിതശൈലി രോഗങ്ങൾ ആദ്യ ദിവസം തന്നെ പരിരക്ഷ നൽകുന്നത് കൊണ്ട് ഒരുപാട് സീനിയർ സിറ്റിസൺസിന് ഇത് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ഒരേ സമയം ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ഒരേപോലെ ഈ പോളിസി എടുക്കാമെന്നതാണ് ഇതിൽ ഞാൻ കണ്ട ഒരു നല്ല പ്രത്യേകത. റൂം റെൻറ്റിന് ക്യാപ്പിംഗ് ഇല്ല. വേണമെങ്കിൽ നമുക്ക് സിംഗിൾ പ്രൈവറ്റ് റൂം ആക്കി മാറ്റാൻ കഴിയും. അതേപോലെ പ്രീമിയം അത് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 10% വരെ പ്രീമിയം ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റും. ഈ 10% കുറയ്ക്കുമ്പോൾ സിംഗിൾ പ്രൈവറ്റ് റൂം അല്ലാതെ ഏതെടുത്താലും അതിനനുസരിച്ച് ക്ലെയിം തുകയിൽ കുറവ് വരികയും അത് നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ പ്രൈവറ്റ് AC റൂം അല്ലാതെ മറ്റേതെങ്കിലും റൂം, അതിൻ്റെ ഹയർ റൂമുകളാണെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് വ്യത്യാസം നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനാൽ പ്രീമിയത്തിൻ്റെ 10% വലിയ തുകയാണെങ്കിൽ മാത്രം ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സിംഗിൾ പ്രൈവറ്റ് AC റൂം സെലക്ട് ചെയ്താൽ അവർക്ക് ഉപകാരപ്രദമാവാൻ സാധ്യതയുണ്ട്. ICU ചാർജസ്, ഡോക്ടർ ഫീസ്, റോഡ് ആംബുലൻസ്, ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്, മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ, HIV, എയ്ഡ്സ്, മാനസിക രോഗങ്ങൾ, ഒബിസിറ്റി അടക്കം എല്ലാ അസുഖങ്ങൾക്കും സം ഇൻഷ്യൂർഡ് മുഴുവനായിട്ട് ഉപയോഗിക്കാം. വേറെ കണ്ടീഷൻസ് ഒന്നും ഇതിനകത്തില്ല. മോഡേൺ ട്രീറ്റ്മെൻറ്റിന് ഇത്ര തുകയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒബിസിറ്റിക്ക് ഇത്ര തുകയേ ഉള്ളൂ, അങ്ങനെ കണ്ടീഷൻ ഇല്ല. ഇന്ന് മാർക്കറ്റിൽ അത്തരത്തിലുള്ള മുഴുവൻ തുകയും പരിധികളില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ചുരുക്കം ചില പോളിസികളിൽ ഒന്നാണ് ആദിത്യ ബിർള ആക്റ്റീവ് 1. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഈ പോളിസിയിൽ 90 ദിവസം ലഭിക്കുന്നുണ്ട്, 3 മാസം വരെ. ബാക്കി നിലവിലുള്ള എല്ലാ പോളിസികളിലും 60 ദിവസം വരെയാണ് മാക്സിമം കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ആക്റ്റീവ് 1ൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് 3 മാസം മുമ്പ് വരെയുള്ള ചികിത്സാ ചെലവുകൾ, അത് ചികിത്സാ സംബന്ധമായ ചിലവുകൾ, ചിലപ്പോൾ നമ്മൾ OPയിൽ പോയി കണ്ടതായിരിക്കാം, ടെസ്റ്റുകളായിരിക്കാം, ഇങ്ങനെയുള്ള എല്ലാ ചെലവുകളും നമുക്കിതിനകത്ത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അത് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും. കാരണം നമ്മൾ പലയിടത്തായിട്ട് പുറത്ത് ചെയ്യുന്നത് കൊണ്ട്. അതേസമയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് നടത്തുന്ന ചികിത്സകൾ നമുക്ക് ഇത് ക്യാഷ്ലെസ് ആയിട്ടും ചെയ്യാൻ കഴിയും. ഇനി ഡിസ്ചാർജ് ആയി കഴിഞ്ഞുള്ള 6 മാസം വരെയുള്ള ചിലവുകളും ഈ പോളിസി കവർ ചെയ്യുന്നുണ്ട്. ഈ പോളിസിയിൽ 6 വേരിയൻറ്റുകളാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് മാക്സ്, വൈറ്റൽ, അതേപോലെ തന്നെ VIP. ഇതുകൂടാതെ പോളിസി ബസാർ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് കുറഞ്ഞ വിലയ്ക്ക്, കുറഞ്ഞ പ്രീമിയത്തിൽ ബെനിഫിറ്റുകൾ കുറച്ചിട്ട് ഓൺലൈനിൽ മാത്രം വിൽക്കാൻ വേണ്ടിയിട്ട് കമ്പനി പോളിസികൾ കൊടുത്തിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് എന്നാണ് പറയുക. ആക്റ്റീവ് 1 നെക്സ്റ്റ് എന്ന ഒരു വേരിയൻറ്റും കൂടിയുണ്ട്. മാക്സ് എന്ന വേരിയൻറ്റ് പേര് പോലെ തന്നെ ഈ പോളിസിയിലെ മാക്സിമം ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഒരു പോളിസിയാണ്. അതുകൊണ്ട് ഈ പോളിസി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ മാക്സ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി ചില രോഗങ്ങൾ ബാധിച്ചവരാണെങ്കിൽ വൈറ്റൽ എന്ന വേരിയൻറ്റ് മാത്രമാണ് ചേരാനായിട്ട് കഴിയുക. അതേപോലെ 70 വയസ്സ് കഴിഞ്ഞവർക്കും ഈ കമ്പനി ഈ വേരിയൻറ്റ് മാത്രമാണ് കൊടുക്കുക. VIP വേരിയൻറ്റ് ഒരു അപ്പർ ക്ലാസ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ഒരു HNA കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചത്. അതിൽ സം ഇൻഷ്യൂർഡ് തുടങ്ങുന്നത് തന്നെ 50 ലക്ഷം മുതലാണ്. അങ്ങനെ 6 കോടി വരെ സം ഇൻഷ്യൂർഡ് നമുക്ക് അതിൽ സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. മെറ്റേണിറ്റി അടക്കമുള്ള കവറേജുകൾ VIP വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിൽ വെച്ച് കണ്ടെത്തുന്ന ഏത് രോഗത്തിനും വിദേശത്ത് പോയി ചികിത്സ നേടാനും ഈ വേരിയൻറ്റിൽ നമുക്ക് സാധിക്കും. അതിനനുസരിച്ച് അതിനകത്ത് പ്രീമിയവും കൂടുതലാണ്. അതിലുപരി ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്ക് വിദേശ യാത്രകൾ വേണ്ടി വന്നാൽ അവിടെ വെച്ചുണ്ടാകുന്ന എമർജൻസി ചികിത്സകൾക്കും ഈ പോളിസി പരിരക്ഷ നൽകുന്നുണ്ട്. ഇത് ഈ പറയുന്ന VIP എന്ന് പറയുന്ന വേരിയൻറ്റിൽ കിട്ടുന്ന ഓപ്ഷനുകൾ, ബെനിഫിറ്റുകളാണ്. ഇത് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരും. ആദിത്യ ബിർളയുടെ ആക്റ്റീവ് 1 എന്ന ഈ പോളിസിയിൽ നോ ക്ലെയിം ബോണസ് ഇല്ല. പകരം ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോണസ് ലഭിക്കും. സൂപ്പർ ക്രെഡിറ്റ് എന്നാണ് ആദിത്യ ബിർള ഈ ബോണസിനെ വിളിക്കുന്നത്. മാക്സ് എന്ന വേരിയൻറ്റിൽ ഓരോ വർഷവും 100% വീതം 500% വരെ ഈ സൂപ്പർ ക്രെഡിറ്റ് ലഭിക്കും. അത് കുറയുന്നതിനനുസരിച്ച് അടുത്ത വർഷങ്ങളിൽ റീസ്റ്റോർ ആവുകയും ചെയ്യും.
ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കിത് ലഭിക്കും. അതുകൊണ്ട് നോ ക്ലെയിം ബോണസ് എന്ന് പറയാൻ ഇതിനെ കഴിയില്ല. പകരം ക്യുമുലേറ്റീവ് ബോണസ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. രണ്ടാമത്തെ വേരിയൻറ്റ് വൈറ്റലിൽ അത് ഓരോ വർഷവും 50% വീതം മാക്സിമം 100% വരെ ലഭിക്കും. VIP വേരിയൻറ്റിൽ 50% വീതം 200% വരെയും ലഭിക്കും. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 1 വർഷം കഴിഞ്ഞവർക്കടക്കം ഈ പോളിസി വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ എടുക്കാൻ അവസരമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. COPD ഉള്ളവർക്കും ഈ കവറേജ് ഈ പോളിസി ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി വെയിറ്റിംഗ് പീരീഡ് നോക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ്? പോളിസി എടുത്താലും നമുക്ക് ക്ലെയിം എടുക്കാനായിട്ടുള്ള തടസ്സം എന്തൊക്കെ വരാം? അടിസ്ഥാനപരമായി ഈ പോളിസി നിലവിലുള്ള അസുഖത്തിന് 3 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മിക്ക അസുഖങ്ങൾക്കും നമുക്ക് അഡീഷണൽ പ്രീമിയം അടച്ച് വെയിറ്റിംഗ് പീരീഡ് ഒഴിവാക്കാനും കഴിയും. അതേപോലെ പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയ സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടല്ലോ, ഈ സ്ലോലി ഗ്രോയിങ് ഡിസീസ് എന്ന് പറയുന്നവ, അത് 2 വർഷം വെയിറ്റിംഗ് പീരീഡിലാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യും വരെയും നേരത്തെ പറഞ്ഞതുപോലെ സ്പെസിഫിക് അസുഖങ്ങൾക്കുള്ള വെയിറ്റിംഗ് പീരീഡ് കുറച്ച് കൊടുക്കുന്ന ഓപ്ഷൻ കമ്പനി ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല. ഞാനത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വരും മാസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ പോളിസി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ അത്തരത്തിലുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇനി ഓപ്ഷണൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കാം. അതിൽ ചിലത് നേരത്തെ പറഞ്ഞതാണ്. റൂം റെൻറ്റ് മോഡിഫിക്കേഷൻ വഴി പ്രീമിയം കുറയ്ക്കുന്നതും അധികം പ്രീമിയം അടച്ച് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ആക്കുന്നതും പോലുള്ള നേരത്തെ പറഞ്ഞിരുന്നു. കൂടാതെ കമ്പനി ലിസ്റ്റ് പ്രകാരമുള്ള ഹോസ്പിറ്റലിൽ മാത്രം ക്യാഷ്ലെസ് മതിയെങ്കിൽ പിന്നെയും 10% പ്രീമിയം കുറയ്ക്കാനായിട്ട് കഴിയും. കമ്പനി ചില ഹോസ്പിറ്റൽസിനെ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ളിടത്താണെങ്കിൽ സെലക്ട് ചെയ്താൽ 10% കുറയ്ക്കാം. ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ വലിയ ചികിത്സാ ചെലവ് കൂടാതെ ഒരു വലിയ തുക നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ ഒരു ഓപ്ഷണൽ കവറേജും ഈ പോളിസിയിലുണ്ട്. 25 ലക്ഷം വരെ അത്തരത്തിൽ ആഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. പക്ഷേ ആ മാരക അസുഖം വന്ന ശേഷം കുറഞ്ഞത് 15 ദിവസമെങ്കിലും ജീവിച്ചിരിക്കണം. അഥവാ 15 ഡേയ്സ് സർവൈവൽ പീരീഡ് ഇതിലുണ്ട്. അത് ഇതിൻ്റെ ഒരു കുറവായി എനിക്ക് തോന്നി. നിങ്ങൾ നല്ലൊരു ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി നോക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ICICI ലംബാർഡിൻ്റെ ക്രിട്ടി ഷീൽഡ് എന്ന പോളിസിയാണ്. 0 സർവൈവൽ പീരീഡാണ് ആ പോളിസിക്ക്. എന്ന് പറഞ്ഞാൽ അസുഖം, ഒരു മാരക അസുഖം കാരണം വ്യക്തി മരണപ്പെട്ടാലും ICICI ലംബാർഡ് പറഞ്ഞ പണം നമുക്ക് തരും. കൂടാതെ നിലവിൽ 126-ലധികം ക്രിട്ടിക്കൽ ഇൽനെസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പീറ്റായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരിക്കലൊരു ക്രിട്ടിക്കൽ ഇൽനെസ്, രണ്ടാമത് വേറൊന്ന്. ഈ പോളിസിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, ചില പ്രമുഖരെ പോലെ ഡിസ്ക്രിപ്ഷനിൽ ഓൺലൈൻ പോർട്ടലിൻ്റെ ലിങ്ക് തന്ന് ഉപേക്ഷിക്കുന്നവനല്ല ഞാനോ ഞങ്ങളുടെ ടീമോ. കാരണം ഞങ്ങളടക്കമുള്ള ഈ ടീം നല്ലതും കൃത്യവുമായ ഹെൽത്ത് ഇൻഷുറൻസ് സർവീസാണ് നൽകുക. ആരോഗ്യ ഇൻഷുറൻസ് സേവനം എന്നത് ജീവിതമാർഗമായി കാണുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ധൈര്യപൂർവ്വം ഏതു സമയം നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്, വിളിക്കാവുന്നതാണ്, സമീപിക്കാവുന്നതാണ്. പുതിയ പോളിസി എടുക്കാനും വിളിക്കാം, സംശയങ്ങൾ മാറ്റാനായിട്ടും വിളിക്കാം എന്ന് കരുതി പാതിരാത്രിയിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാതിരിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഇനി ആദിത്യ ബിർള ആക്റ്റീവ് 1 എന്ന ഈ പോളിസിയിൽ 5 ലക്ഷം മുതൽ 6 കോടി വരെയുള്ള സം ഇൻഷ്യൂർഡ് ഓപ്ഷനുകളുണ്ട്. വളരെ കുറഞ്ഞ പ്രീമിയം അധികമായി അടച്ച് പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. സം ഇൻഷ്യൂർഡ് ഏത് എടുത്താലും പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിക്ക് 50 ലക്ഷം വരെയുള്ള കവറേജ് മാത്രമാണുള്ളത്. അതിൽ ഏതു തരം അപകടവും അതുമൂലമുണ്ടാകുന്ന മരണമോ ഭാഗികമായതോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയതോ ആയിട്ടുള്ള അംഗവൈകല്യങ്ങളടക്കം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ചികിത്സാ ചെലവ് പുറമെ പോളിസി എടുത്ത ആളുടെ അക്കൗണ്ടിൽ വലിയൊരു തുക ലഭിക്കുകയും ചെയ്യും. ഗൃഹനാഥന് അപകടം സംഭവിച്ച് കുറച്ചുനാൾ കിടപ്പിലായാലും കുടുംബത്തിന് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാകില്ല. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ 40 വയസ്സിൽ താഴെ പ്രായമുള്ളവർ പോളിസി എടുക്കുമ്പോൾ ഇതുകൂടി ചേർത്തെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. അടുത്ത ഒരു നല്ല ബെനിഫിറ്റ്, പോളിസിയിൽ ഇൻഷ്വേർഡ് ആയ വ്യക്തി ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ ഒരു ബന്ധുവിന് ആ രോഗിയെ കാണാൻ വിമാനമാർഗം പോകാൻ 50,000 രൂപ വരെ ഈ പോളിസി നൽകുന്നുണ്ട്. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ എന്നിവയും ഈ പോളിസി നൽകുന്നുണ്ട്. എല്ലാ വർഷവും നമ്മുടെ ഹെൽത്ത് അസസ്മെൻറ്റ് നടത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് റിട്ടേൺസ് കണക്കാക്കാനും ഈ പോളിസിയിൽ അഡീഷണൽ പ്രീമിയം ഒന്നും അടയ്ക്കാതെ തന്നെ കമ്പനി അവസരം നൽകുന്നുണ്ട്. കൂടാതെ ആദിത്യ ബിർളയുടെ കസ്റ്റമർ ആപ്ലിക്കേഷൻ സ്ഥിരം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പും കമ്പനി നൽകുന്നുണ്ട്. വളരെ ഹെൽത്തിയായ ജീവിതം നയിക്കുന്നത് മൂലം ക്ലെയിം ഒന്നും വരാതെ കമ്പനിയും നമ്മളും നല്ല നിലയിൽ പോകുക എന്നുള്ളതാണ് കമ്പനി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ പോളിസി എടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള എൻ്റെ നമ്പറിൽ വിളിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണും വരെയും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.